ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇപ്പോൾ ഫെസ്റ്റിവൽ ടൈമാണ്. ഹോളി, ഈദ്, ഈസ്റ്റർ ഒക്കെ അടുത്തടുത്താണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടാണ് റബഡി. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ഫേമസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ വേണ്ടത് പാലാണ്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കണേ. അതേപോലെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ബെസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ റബഡി അടിപൊളിയാവുക. ഇത് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് തിളപ്പിക്കാം. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളോ, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പാല് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പാല് വറ്റിച്ചെടുക്കണം. അങ്ങനെയൊക്കെ ആയി കിട്ടാനായിട്ട് ഓൾമോസ്റ്റ് 1 അവർ എടുക്കും. പാല് പെട്ടെന്ന് കട്ടിയായി കിട്ടാനായിട്ട് നമുക്ക് ബ്രെഡ്, കോൺഫ്ലവർ, പാൽപ്പൊടി ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആ ഒരു ഒത്തന്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതാണ് ഇങ്ങനെ ഉണ്ടാക്കണേ. പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ക്രീമൊക്കെ ഇതേപോലെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ട് പാലിലേക്ക് എണ്ണ ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ സൈഡിൽ പറ്റിപ്പിടിച്ചിരുന്ന് അത് കരിയൂല്ല. പിന്നെ ആ പാട പാലിലിട്ടിട്ട് വേവിക്കുമ്പോൾ പാല് പെട്ടെന്ന് കട്ടിയായിട്ടും കിട്ടും. പാല് തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സൈഡിലുള്ള ക്രീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇടാൻ മറക്കരുത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവ് മതി. പക്ഷേ സമയവും പേഷ്യൻസും ഒക്കെ കുറച്ച് വേണം. കാരണം നമ്മുടെ പാല് വറ്റി കുറുകി വരണം. പിന്നെ ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി വേഗമാവും. പക്ഷെ പാല് തിളച്ച് പോകാണ്ടിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിച്ചോളൂ. പിന്നെ പാലിങ്ങനെ ഇളക്കാണ്ട് വെക്കുമ്പോൾ അതിൻ്റെ മീതെ പാട കെട്ടി വരും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാല് പെട്ടെന്ന് കുറുകി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഓപ്ഷണലാണ്. അത് കളറും അതേപോലെ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടാനായിട്ടാണ് ചേർത്തേക്കണേ. അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാല് വറ്റി കുറുകി ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റബഡി പൊതുവെ ഒത്തിരി മധുരമുള്ള ഒരു റെസിപ്പി അല്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. അടുത്തത് 6 കാഷ്നട്ട്സും 6 ആൽമണ്ട്സും കൂടെ 2 ഏലക്കയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ കുരുകളും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇതും ഓപ്ഷണലാണ്. പക്ഷെ നമ്മുടെ പാലിൻ്റെ കട്ടിയും കൂടും, അതേപോലെ ടേസ്റ്റും കൂടും. ഇനി നിങ്ങൾക്ക് നന്നായി പൊടിക്കാണ്ട് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കണമെങ്കിൽ അതും ടേസ്റ്റിയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കട്ടിയാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലൊക്കെ കുറുകി നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു ഫ്ലോ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ അത് കാരണം ഇനി അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇത് ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനും അതേപോലെ തണുപ്പിച്ച് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റബഡി റെഡിയാണ്. പിന്നെ ഇതിൽ കുറച്ച് റോസ്റ്റഡ് ആൽമണ്ട്സ് ചോപ്പ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അതും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ റബഡി ഫ്രൂട്ട് സാലഡിന് ടോപ്പിംഗ് പോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജിലേബിയുടെയും പൂരിയുടെയും കൂടെ അതേപോലെ ഫാലുദയിലും രസ്മലായിലും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണിത്. ഇത് ഒത്തിരി ഈസിയാണ്. ഇത് ഇത്തിരി പേഷ്യൻസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി റബഡി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അയക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.